മാള ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി അംഗങ്ങളും 2020 പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിൽ കലാശിച്ചത് ബണ്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കം. പുത്തൻവേലിക്കര സ്റ്റേഷൻ കടവ് പാലം യാഥാർത്ഥ്യമായിട്ടും ഇതുവഴി KSRTC ബസ് സർവീസ് ഇല്ല. മീഡിയ ടൈം വാർത്താ പരമ്പര തുടരുന്നു. ആര് രക്ഷിക്കും ആനവണ്ടിയെ? കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കാഞ്ഞിരപ്പുഴയിൽ വഞ്ചിമറിഞ്ഞ് കാണാതായ 2 പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. പടന്ന പാലക്കപ്പറമ്പിൽ സന്തോഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി അംഗങ്ങളും 2020 പ്രവർത്തകരും തമ്മിൽ സംഘർഷം. ബണ്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി സംഘർഷം നിയന്ത്രിക്കുകയായിരുന്നു. പഞ്ചായത്തിലെ 14, 17 വാർഡുകളിൽ ബണ്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോട് പരാതി പറയാൻ 2020 പ്രവർത്തകർക്കൊപ്പം എത്തിയതാണ് പരാതിക്കാർ. തുടർന്ന് സെക്രട്ടറിയുമായി 2020 കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജും മറ്റുള്ളവരും സംസാരിക്കുന്നതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് സെക്രട്ടറിയുടെ റൂമിലേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു. തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി സംഘർഷം നിയന്ത്രിക്കുകയായിരുന്നു. 2 ദിവസമായി കനത്ത മഴ പെയ്യുന്നതിനാൽ മാളച്ചാലിൽ വെള്ളത്തിന്റെ അളവ് ഉയരുകയും അടുത്തുള്ള വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ഭീഷണിയാവുകയും ചെയ്തിരുന്നു. 2 ദിവസമായി പരാതിക്കാർ പഞ്ചായത്ത് പ്രസിഡന്റിനെ നിരന്തരമായി ഫോൺ വിളിച്ച് പരാതിപ്പെട്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് അവർ കുറ്റപ്പെടുത്തി. തുടർന്ന് നേരിട്ട് പരാതി പറയുന്നതിനായി 2020 പ്രവർത്തകർ സെക്രട്ടറിയുടെ റൂമിൽ കയറി പരാതി പറയുന്നതിനിടയിലാണ് സംഘർഷമുണ്ടായത്. ബണ്ട് പൊളിക്കുന്ന കാര്യം പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ബണ്ട് പൊളിക്കുന്നുണ്ടെന്ന് കള്ളം പറയുകയാണ് പഞ്ചായത്ത് ചെയ്തതെന്ന് 2020 ആരോപിച്ചു. എന്നാൽ ഇതുവരെയും ആവശ്യം ഉള്ള ബണ്ട് ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ലെന്നും അവർ പറയുന്നു. 2 ദിവസമായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും പഞ്ചായത്ത് മെമ്പർമാരെയും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ച് പറയുമ്പോഴെല്ലാം നോക്കാം എന്ന് പറയുന്നു, ഗ്രാമസഭ നടക്കുന്നു എന്ന് പറയുന്നു, ചെയ്തു എന്ന് പറയുന്നു, ബണ്ട് പൊട്ടിച്ചു എന്ന് വരെ പറഞ്ഞിട്ട് SMS അയച്ചിട്ടുള്ള അധികാരികളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴും അതിനകത്ത് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന കാരണം ഞങ്ങൾ ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്ന കുറച്ച് പേര് സെക്രട്ടറിയെ കാണാൻ വന്നു. സെക്രട്ടറിയെ കണ്ട് മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. മാന്യമായിട്ട് സംസാരിച്ച് ഞാൻ അവരോട് ചോദിച്ചു, ഇത് എന്താ ബണ്ട് ഇനി പൊട്ടിക്കാത്തതെന്ന് വെച്ചപ്പോൾ സെക്രട്ടറി വളരെ മാന്യമായിട്ട് തന്നെ മറുപടി പറഞ്ഞു. സെക്രട്ടറി പ്രസിഡന്റിനെ എൻ്റെ മുമ്പിൽ വെച്ച് വിളിച്ചു. പ്രസിഡന്റ് പറഞ്ഞു, അവിടെ ഒരു അറ്റത്തുനിന്ന് നെയ്തക്കുടിയിൽ നിന്ന് അങ്ങാണ്ട് പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും മാളയിലെ എല്ലാ ബണ്ടും പൊട്ടിക്കുമെന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ആരാണ് പൊട്ടിക്കുന്നതെന്ന് വെച്ച് പറഞ്ഞു. ഏതോ ഒരു കോൺട്രാക്ടറിന്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ കോൺട്രാക്ടറിന്റെ നമ്പർ ഒന്ന് താ, ഞങ്ങൾ പോയി പൊട്ടിക്കുന്ന സ്ഥലം മുതൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. ബണ്ട് പൊളിക്കുന്ന കോൺട്രാക്ടറുടെ നമ്പർ ചോദിച്ചതാണ് സംഘർഷം ആരംഭിക്കാൻ കാരണമായതെന്നും അവർ പറയുന്നു. ഒരു ബന്ധമില്ലാത്ത LDF ഭരിക്കുന്ന പഞ്ചായത്തിലെ UDF മെമ്പറിന്റെ ഭർത്താവ് അവിടെ വന്നിട്ട് ഒച്ചപ്പാടും ചീത്തവിളിയും തെറിവിളിയും ഒക്കെ തുടങ്ങി. അപ്പോഴും ഞങ്ങൾ മാന്യമായിട്ട് തന്നെ നിന്ന് അവിടെ ഉന്തും തള്ളൊക്കെ ഉണ്ട്. അതിലൊക്കെ വീഡിയോ ക്ലിപ്പിംഗ്സ് എൻ്റെ സുഹൃത്തുക്കളുടെ ക്യാമറയിൽ നോക്കിയാൽ കാണാം. അപ്പോഴും ഞാൻ അവിടെ നിന്ന് പറഞ്ഞൊരൊറ്റ കാര്യം ഇതാണ്, ഞങ്ങൾക്ക് കോൺട്രാക്ടറിന്റെ നമ്പറേ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ജോഷി അവരുടെ അടുത്ത് പറഞ്ഞു നമ്പർ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സെക്രട്ടറി പറഞ്ഞു നമ്പർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് കാരണത്തിലാണ് നമ്പർ തരാൻ പറ്റാത്തത്? പഞ്ചായത്ത് ടെൻഡർ വെച്ച് കോൺട്രാക്ടർക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൽ എന്ത് രഹസ്യമാണുള്ളത് പൊതുജനങ്ങൾ അറിയാൻ പാടില്ലാത്തത്? അത് ഞങ്ങൾ പണി ചെയ്യിപ്പിച്ചോളാം എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. ഞാൻ പറഞ്ഞു പണി നിങ്ങൾ ചെയ്യിപ്പിച്ചോ, കോൺട്രാക്ടർ ആരാണെന്ന് അറിയാനുള്ള അവകാശം പൊതുജനത്തിനുണ്ട്. അത് പണി നടക്കുന്നുണ്ടോ എന്നുള്ളത് പോയി നോക്കാനും പൊതുജനത്തിന് അവകാശമുണ്ട്. അതിൽ ആരും തടസ്സപ്പെടുത്തുന്നില്ല, അവരെ ചീത്ത വിളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. മീഡിയ ടൈം മാള. തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിയെ കൗൺസിലർമാർ ഉപരോധിച്ചു. കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ മേൽക്കൂര റോഡിൽ പതിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. സമരത്തിന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ നേതൃത്വം നൽകി. ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് പതിച്ചത്. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി മേയർക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് രാജൻ പല്ലൻ പറഞ്ഞു. കോർപ്പറേഷൻ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് അപകടത്തിന് കാരണമെന്നും രാജൻ പല്ലൻ പറഞ്ഞു. മേൽക്കൂര തകർന്ന സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സെക്രട്ടറി കൗൺസിലർമാർക്ക് ഉറപ്പ് നൽകി. സംഭവത്തിൽ റിപ്പോർട്ട് തേടാൻ സെക്രട്ടറി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. മേയർ യോഗത്തിൽ പങ്കെടുത്തില്ല.
സെക്രട്ടറിയെ പുറത്തേക്ക് വിടാൻ അനുവദിക്കുന്നതല്ല. മീഡിയ ടൈം തൃശൂർ. കോവിഡിന് ശേഷം KSRTC ബസ് സർവീസ് നിർത്തിവെച്ചതുകൊണ്ട് യാത്രാ സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് പറവൂർ മണ്ഡലത്തിലെ ചേന്നമംഗലം. പുത്തൻവേലിക്കര പഞ്ചായത്തുകളിലെ ഉൾനാടൻ യാത്രികർ സ്റ്റേഷൻ കടവ് പാലം യാഥാർത്ഥ്യമായിട്ടും ഇതുവഴി KSRTC ബസ് സർവീസ് ഇല്ല. ഇതിനായി നൽകിയ നിവേദനങ്ങൾക്കും കണക്കില്ല. മീഡിയ ടൈം വാർത്താ പരമ്പര തുടരുന്നു. ആര് രക്ഷിക്കും ആനവണ്ടിയെ? ചേന്നമംഗലം പുത്തൻവേലിക്കര പഞ്ചായത്തുകളിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ വലിയ പഴമ്പിള്ളിത്തുരുത്ത് സ്റ്റേഷൻ കടവ് പാലം വഴി KSRTC സർവീസ് നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. സ്റ്റേഷൻ കടവ് പാലം തുറന്നതോടെ തൃശൂർ ജില്ലയിലെ മാള, പുത്തഞ്ചിറ ഭാഗങ്ങളിൽ നിന്ന് പറവൂരിലേക്കുള്ള എളുപ്പവഴിയായി ഇത് മാറി. തുടക്കത്തിൽ പറവൂരിൽ നിന്ന് മാള, ചാലക്കുടി എന്നിവിടങ്ങളിലേക്ക് KSRTC സർവീസ് നടത്തിയിരുന്നു. കോവിഡിന് ശേഷം ഇവ നിന്നു. പുത്തൻവേലിക്കരയിൽ 2 കോളേജുകളും ഒരു ഹയർ സെക്കൻഡറി സ്കൂളുമുണ്ട്. പറവൂർ മേഖലകളിലുള്ള വിദ്യാർത്ഥികൾ കോളേജിലെത്തുന്നത് മാഞ്ഞാലി, കണക്കൻകടവ് വഴിയുള്ള ബസ്സുകളെ ആശ്രയിച്ചാണ്. പുത്തൻവേലിക്കര വിവേകചന്ദ്രിക ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേന്നമംഗലം പാലിയത്ത് ബസ് ഇറങ്ങി 2.5 കിലോമീറ്ററോളം നടന്നാണ് സ്കൂളിലെത്തുന്നത്. വലിയ പഴമ്പിള്ളിത്തുരുത്തിലുള്ളവർക്ക് ഈ റൂട്ടിലൂടെ മാത്രമാണ് യാത്രാ സംവിധാനമുള്ളത്. മീഡിയ ടൈം പുത്തൻവേലിക്കര. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ വർധന. മെയ് മാസത്തിൽ ഇതുവരെ 273 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇടവേളകളിൽ കോവിഡ് കേസുകൾ കൂടുന്നത് സ്വാഭാവികമാണെന്നും ആശങ്ക വേണ്ടെന്നുമാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ വർധന. മെയ് മാസത്തിൽ ഇതുവരെ 273 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇടവേളകളിൽ കോവിഡ് കേസുകൾ കൂടുന്നത് സ്വാഭാവികമാണെന്നും ആശങ്ക വേണ്ടെന്നുമാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. ആരോഗ്യ മന്ത്രാലയം തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 95 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. മെയ് 2ാം വാരം 69 പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്താകെ 164 പേർ ചികിത്സ തേടി. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കേരളത്തിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. തമിഴ്നാട്ടിൽ 34, മഹാരാഷ്ട്രയിൽ 44 എന്നിങ്ങനെയാണ് കണക്കുകൾ. UP-യിൽ ഒരൊറ്റ കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് കണക്ക് ശേഖരണം കൃത്യമായി നടക്കുന്നതിന് തെളിവാണിതെന്ന് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നു. കേരളത്തിൽ 273 കേസുകൾ മെയ്യിൽ റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ കോട്ടയത്താണ് 82, തിരുവനന്തപുരത്ത് 73, എറണാകുളത്ത് 49, പത്തനംതിട്ടയിൽ 30, തൃശൂരിൽ 26 എന്നിങ്ങനെയാണ് ജില്ലാ കണക്കുകൾ. ആശങ്ക വേണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. കോവിഡിന്റെ താരതമ്യേന വീര്യം കുറഞ്ഞ ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപശാഖകളാണ് ഇപ്പോൾ പടരുന്നത്. സാമൂഹ്യപരമായി ആർജിച്ച രോഗപ്രതിരോധ ശേഷി ഗുരുതര രോഗം തടയുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പ്രായമായവരെയും ശ്വാസകോശ രോഗമുള്ളവരെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് കാണാതായ 2 പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. പടന്ന പാലക്കാപ്പറമ്പിൽ സത്യന്റെ മകൻ സന്തോഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കോട്ടപ്പുറം കോട്ട കായൽ ഭാഗത്ത് ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടെ വഞ്ചി മറിഞ്ഞ് കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മേത്തല പടന്ന സ്വദേശി പാലക്കാപ്പറമ്പിൽ സന്തോഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അപകടം നടന്ന സ്ഥലത്ത് തന്നെയാണ് മൃതദേഹവും കണ്ടെത്തിയത്. അപകടത്തിൽ കാണാതായ പ്രദീപിനായി പോലീസും നാട്ടുകാരും സ്കൂബ ടീമും തെരച്ചിൽ തുടരുകയാണ്. കോട്ടപ്പുറം കോട്ടക്കായൽ ഭാഗത്താണ് അപകടം നടന്നത്. പടന്ന സ്വദേശികളായ തൊഴിലാളികളായ സന്തോഷ്, പ്രദീപൻ എന്നിവരെയാണ് കാണാതായത്. വഞ്ചിയിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന അജേഷ്, ബൈജു എന്നിവർ നീന്തി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അപകടം ഉണ്ടായത്. ശക്തമായ കാറ്റും മഴയുമാണ് വഞ്ചി മറിയാൻ കാരണം. കൊടുങ്ങല്ലൂർ പോലീസും അഴീക്കോട് തീരദേശ പോലീസും നാട്ടുകാരും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. സ്കൂബ ടീമും സ്ഥലത്തെത്തി. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ.
ദിവസങ്ങളായി പുലി സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയ ബത്തേരി നഗരപ്രാന്തത്തിലെ നിരവധി സ്പോട്ടുകളിൽ വനം വകുപ്പിന്റെ വ്യാപക തിരച്ചിൽ. ദിവസങ്ങളായി പുലിയെ കണ്ട ഭാഗങ്ങളിലെല്ലാം സംഘം പരിശോധന നടത്തി. പ്രഭാത സവാരിക്കായി എത്തുന്നവർക്ക് സുരക്ഷ കണക്കിലെടുത്ത് 7 മണി വരെ പട്രോളിംഗ് തുടർന്നു. ഇന്നലെ രാത്രി പുലിയെ കണ്ട സെന്റ് ജോസഫ് സ്കൂളിന് സമീപത്തെയും കാട് മൂടിക്കിടക്കുന്ന ഇടങ്ങളിൽ DFOയുടെ നിർദ്ദേശപ്രകാരം നായ്ക്കെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള വാച്ചർമാരും ഉദ്യോഗസ്ഥരും എത്തി പരിശോധന നടത്തി. വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച പുലർച്ചെ 4 മണി മുതൽ ഇരുളം സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പ്രദേശത്ത് വാഹനങ്ങളിൽ പട്രോളിംഗ് നടത്തി. ദിവസങ്ങളായി പുലിയെ കണ്ട ഭാഗങ്ങളിലെല്ലാം സംഘം പരിശോധന നടത്തി. പ്രഭാത സവാരിക്കായി എത്തുന്നവർക്ക് സുരക്ഷ കണക്കിലെടുത്ത് 7 മണി വരെ പട്രോളിംഗ് തുടർന്നു. ഇതിനു പുറമെ ബത്തേരിയിൽ നിന്നുള്ള വനം റാപ്പിഡ് റെസ്പോണ്ട് ടീമും കുറ്റിക്കാടുകളും മറ്റും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിവരികയാണ്. നഗരത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾക്ക് താവളമാക്കാൻ കഴിയുന്ന നിരവധി കുറ്റിക്കാടുകൾ ഉള്ളതായി നാട്ടുകാർ പറഞ്ഞു. പകൽ നേരങ്ങളിൽ ഇത്തരം കുറ്റിക്കാടുകളിൽ ഒളിച്ചിരിക്കുന്ന പുലി ജനസാന്നിധ്യം തീർത്തും കുറയുന്ന സമയങ്ങളിലായിരിക്കാം പുറത്തിറങ്ങുന്നതെന്നും അതിനാൽ 24 മണിക്കൂർ പട്രോളിംഗ് ആവശ്യമാണെന്നും കൂടുതൽ കൂടുകൾ സ്ഥാപിക്കണമെങ്കിൽ അത് ചെയ്യണമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. മീഡിയ ടൈം, തൃശൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാളയിൽ അൽ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ സഹകരണത്തോടെ ഇശൽ നിലാവ് സംഘടിപ്പിച്ചു. ലൈലത്തുർ റഹ്മ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി മെയ് 25 ഞായറാഴ്ച വൈകിട്ട് 5:30 മുതൽ മാള അൽ-അസർ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച മാളയിലെ കലാകാരന്മാരെ ആദരിക്കും. കലാ-സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സാദിഖ് പള്ളിമുറ്റത്ത്, സജി സലാം, സുഹറ ഇസ്മായിൽ, MM മുഹമ്മദ് അലി, VB നിഷാദ് കാടു എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി വളരെ നിശബ്ദമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സംഘടന പൊതുജനങ്ങളിലും നമ്മുടെ സൊസൈറ്റിയിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി ഈ വരുന്ന ഞായറാഴ്ച നാളെ 25/5/2025 മാള അൽ-അസർ സെൻട്രൽ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ ലൈലത്തുർ റഹ്മ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സമ്മേളനവും അതോടൊപ്പം തന്നെ പ്രസിദ്ധ മാപ്പിളപ്പാട്ട് കലാകാരനും ഗായകനുമായ കൊല്ലം ഷാഫിയുടെ ഗാനമേളയും നാളെ 5:30 മണിക്ക് ആരംഭിക്കുകയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രമായി ചാലക്കുടിയിൽ നിർമ്മിക്കുന്ന കലാഭവൻ മണി സ്മാരക നാടൻ കലാ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം ചൊവ്വാഴ്ച നടത്തുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ നിർമ്മാണോദ്ഘാടനം നടത്തും. ദേശീയപാതയോരത്ത് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അനുവദിച്ച 20 സെന്റ് സ്ഥലത്താണ് സ്മാരകം നിർമ്മിക്കുന്നത്. തിയേറ്റർ, മ്യൂസിയം, നാടൻപാട്ട് ഗവേഷണ കേന്ദ്രം തുടങ്ങിയ സൗകര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ ലീഡർ CS സുരേഷ് എന്നിവരും സംബന്ധിച്ചു. ചാലക്കുടി പള്ളി റോഡ് അപകടക്കെണിയാകുന്നു. മാർക്കറ്റിൽ നിന്നുമുള്ള പള്ളി റോഡിൽ വാട്ടർ അതോറിറ്റി റോഡ് പൊളിച്ചതാണ് ദുരവസ്ഥയ്ക്ക് കാരണമായി മാറുന്നത്. പള്ളിക്ക് മുന്നിൽ 1 കിലോമീറ്ററോളം ഭാഗമാണ് ദിവസങ്ങൾക്ക് മുമ്പ് കുഴിച്ചത്. JCB ഉപയോഗിച്ച് പൊളിച്ച റോഡ് ഇതുവരെയും നേരെയാക്കിയിട്ടില്ല. മഴ പെയ്തതോടെ മണ്ണിടിഞ്ഞ് റോഡ് താറുമാറായി. വാഹനങ്ങൾ ഇവിടെ താഴ്ന്നു പോകുന്നതും നിത്യസംഭവമായി മാറി. ഇരുചക്ര വാഹന യാത്രികർ മറിഞ്ഞു വീഴുന്നതും പതിവായി. ഞായറാഴ്ച പള്ളിയിൽ കൂടുതൽ ആളുകളും വാഹനങ്ങളും എത്തുന്നതോടെ വലിയ പ്രതിസന്ധി ഉണ്ടാകും. ഇവിടുത്തെ വ്യാപാരികൾക്ക് കുഴികളിൽ നിന്നുള്ള ചളിവെള്ളം തെറിച്ച് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ്. ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പുതിയതായി ആരംഭിച്ച ബ്ലഡ് കമ്പോണന്റ് പ്രിപ്പറേഷൻ സ്റ്റോറേജ് സെന്ററും നവീകരിച്ച ഔട്ട് പേഷ്യന്റ് വിഭാഗവും മന്ത്രി R ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ അധ്യക്ഷനായി. ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ആൻഡ്രു ആലപ്പാടൻ പദ്ധതി വിശദീകരണം നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA, വികാരി ജനറൽ ജോസ് മാളിയേക്കൽ, നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ, CS സുരേഷ്, തോമസ് മാളിയേക്കൽ, ഫാദർ നവീൻ ഊക്കൻ എന്നിവർ സംസാരിച്ചു.
കഴിഞ്ഞ 11 കൊല്ലമായി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന BJP സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ കേരളമെടുക്കുന്ന ശക്തമായ നടപടികൾ രാജ്യം ഉറ്റുനോക്കുകയാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ പറഞ്ഞു. 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള CPI ചാലക്കുടി മണ്ഡല സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CN ജയദേവൻ, ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KG ശിവാനന്ദൻ, VS പ്രിൻസ്, T പ്രദീപ് കുമാർ, KS ജയ തുടങ്ങിയവർ സംസാരിച്ചു. CITU സ്ഥാപക ദിനത്തിന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. ഏരിയ തല ശുചീകരണ പ്രവർത്തനം കൊടുങ്ങല്ലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. CITU തൃശൂർ ജില്ലാ സെക്രട്ടറി AS സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഗ്രൗണ്ടും ക്ലാസ് മുറികളും പ്രവർത്തനത്തിന്റെ ഭാഗമായി ശുചീകരിച്ചു. CITU ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, പ്രസിഡന്റ് MG കിരൺ, ട്രഷറർ TS ഗോപിനാഥൻ, ജില്ലാ കമ്മിറ്റി അംഗം AP ജയൻ, ഏരിയ ഭാരവാഹികളായ K വർഗീസ്, TK സജ്ജയൻ, ഫൗസിയ ഷാജഹാൻ, PA അഷ്റഫ്, PP ശശികല എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. CPI P വെമ്പലൂർ ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി. കാനം രാജേന്ദ്രൻ നഗറിൽ പ്രതിനിധി സമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ജയ, CPI മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി TP രഘുനാഥ്, അസിസ്റ്റന്റ് സെക്രട്ടറി MD സുദർശനൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം V കൊച്ചുമൊയ്തീൻ, ലോക്കൽ സെക്രട്ടറി PK രാജീവ്, MR ജോഷി, അഖിലേഷ് എന്നിവർ സംസാരിച്ചു. BG വിഷ്ണു, ശോഭന ശാർഗാധരൻ, PV ബിജോയ്, രാജു പൂത്തോട്ട് എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി അംഗങ്ങളും 2020 പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിൽ കലാശിച്ചത് ബണ്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കം. പുത്തൻവേലിക്കര സ്റ്റേഷൻ കടവ് പാലം യാഥാർത്ഥ്യമായിട്ടും ഇതുവഴി KSRTC ബസ് സർവീസ് ഇല്ല. മീഡിയ ടൈം വാർത്താ പരമ്പര തുടരുന്നു. ആര് രക്ഷിക്കും ആനവണ്ടിയെ? കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കാഞ്ഞിരപ്പുഴയിൽ വഞ്ചി മറിഞ്ഞ് കാണാതായ 2 പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. പടന്ന പാലക്കപ്പറമ്പിൽ സന്തോഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.